ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഒരു നൈറ്റ് സ്റ്റഡി റൂട്ടീൻ ആസ് എ 9th ഗ്രേഡർ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലോങ് വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ സൺഡേ എടുത്ത് വെച്ചതാണ്. അപ്പം ഒരു ഹോളിഡേ സ്റ്റഡി വ്ളോഗും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ സൺഡേ രാത്രിയാണ് പഠിച്ചത്, അതിനെക്കൊണ്ടാണ് ഞാനിപ്പോൾ നൈറ്റ് സ്റ്റഡി റൂട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് എനിക്ക് കുറച്ച് സബ്ജക്റ്റ് ഹോംവർക്കും കൂടെ തന്നെ കുറേ സബ്ജക്റ്റ് പഠിക്കാനൊക്കെ ഉണ്ട്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും യൂണിറ്റ് ടെസ്റ്റ് വരുന്നുണ്ട് ഓരോ ദിവസങ്ങളിലായിട്ട്. അപ്പം അതൊക്കെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ബാഗ് പാക്ക് ചെയ്യണതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം മണ്ടേക്കുള്ള ടൈം ടേബിൾ അനുസരിച്ച് ബുക്കൊക്കെ ഒന്ന് സെറ്റാക്കി വിചാരിച്ചു. അതിനുശേഷം ആ ഒരു ദിവസം എന്തൊക്കെയാണോ ഹോംവർക്കും അതുപോലെ പഠിക്കാനൊക്കെ ഉള്ളത് അങ്ങനെ പഠിക്കുക വിചാരിച്ചു കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ നാളത്തേക്കുള്ള ബുക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇനി നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റിലാണ് ഹോംവർക്ക് ഉള്ളത് അതുപോലെ പഠിക്കാനൊക്കെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എന്തായാലും ഹോംവർക്ക് ഉണ്ടാവും, കാരണം സാർ എന്തായാലും അന്നെടുത്ത ഭാഗങ്ങളിൽ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം, ആ ചാപ്റ്ററിൽ കുറേ വരയ്ക്കാനൊക്കെയാണ് ഹോംവർക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്റർ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ എക്സാം സാറ് പറഞ്ഞിട്ടില്ല എന്നാണ് യൂണിറ്റ് ടെസ്റ്റ്. എൻ്റെ ഒരു നിഗമനം ഈ ഒരു അടുത്തായിട്ട് തന്നെ ഉണ്ടാവും എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റായിട്ട് ഹോംവർക്കും പഠിക്കാനൊക്കെ ഉള്ള ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പഠിക്കുന്നതും എഴുതുന്നതും നമ്മുടെ കെമിസ്ട്രി ആണ് കേട്ടോ. കാരണം കെമിസ്ട്രി എന്നും സാറ് അന്ന് എടുത്ത ഭാഗങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പിറ്റേ ദിവസം വന്നിട്ട് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ജസ്റ്റ് പഠിക്കാനും പിന്നെ ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാനുണ്ട്. നിങ്ങൾക്ക് കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടിപൊളിയാണോ അല്ലെങ്കിൽ സിമ്പിളാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് വലിയ കുഴപ്പമില്ല, കാരണം ഞാൻ ജസ്റ്റ് എല്ലാം നോക്കിയപ്പോൾ അത്യാവശ്യം ഭയങ്കര സിമ്പിളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വരയ്ക്കാനുള്ളത്. ഈ ഒരു ബോക്സും അതുപോലെ ഈ ഒരു അറ്റോമിക് നമ്പറും അതിൻ്റെ മാസ് നമ്പറും ഈ പേജ് മൊത്തം എഴുതിയെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതിയെടുക്കാൻ വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. കാരണം ഞാനിപ്പോൾ സ്റ്റഡി വ്ളോഗൊക്കെയാണ് എൻ്റെ ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റഡി വ്ളോഗ് ഇട്ടപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു നല്ല മോട്ടിവേറ്റഡായി, ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടണമെന്ന്. കുറേ പേര് നല്ല റിവ്യൂസാണ് പറഞ്ഞത്. അപ്പം എനിക്കും കുറച്ച് മോട്ടിവേഷനൊക്കെ കൂടിയിട്ട് ഞാൻ വിചാരിച്ചു ഇനി സ്റ്റഡി വ്ളോഗ് എടുക്കാമെന്ന്. കാരണം ഞാൻ പണ്ടൊക്കെ ഈ വ്ളോഗ്സ് കൂടെ തന്നെ ക്രാഫ്റ്റ് പിന്നെ നെയ്മാർട്ടൊക്കെ ആയിരുന്നു എൻ്റെ മെയിനായിട്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സ്റ്റഡി വ്ളോഗിലോട്ട് ആയതാണ്. കാരണം അതൊന്നും എടുക്കാൻ ടൈമില്ല, കാരണം ഞാനത്താണല്ലോ ഇപ്പോൾ കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് സ്റ്റഡി വ്ളോഗ് തന്നെ എടുക്കാമെന്ന്. അങ്ങനെ എടുത്തതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് നമ്മുടെ ആ ഒരു നെയിം ഓഫ് പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെ ഒക്കെ പൊസിഷനും ചാർജൊക്കെ ഉള്ള ഒരു ബോക്സാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതിയെടുക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒരു സ്റ്റഡി വ്ളോഗിൽ എന്താ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണമെന്ന് അറിയുന്നില്ല. കാരണം ഇപ്പോൾ ഈ പഠിക്കുക ഇതൊക്കെയാണല്ലോ ഇതിൽ. അപ്പോൾ എന്താ പറയുന്നില്ല, അതിനോട് ഞാൻ അങ്ങനെ വളവളാന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു മ്യൂസിക് മാത്രം ഇടാന്ന്. പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കല്ലോ മ്യൂസിക് മാത്രം ഇങ്ങനെ എഴുതണുണ്ടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് തന്നെ മനസ്സിലാണെങ്കിൽ എന്താ ഇപ്പോൾ പറയുന്നതെന്ന്. അങ്ങനെ ഇപ്പം ഞാൻ പഠിക്കുന്നത് നമ്മുടെ അറ്റോമിക് നമ്പറും അതുപോലെ മാസ് നമ്പറും ആണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അങ്ങനെ എന്തൊക്കെയോ പഠിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് വായിച്ച് നോക്കി നമ്മുടെ കെമിസ്ട്രി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ജോഗ്രഫി പഠിക്കാം. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ കുറേ ആയി പറയുന്നു ജോഗ്രഫി സ്റ്റഡി വ്ളോഗ് ചെയ്യുമെന്ന്. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ, നമ്മുടെ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയതിൻ്റെ ശേഷം ഈ ഒരു സ്റ്റഡി വ്ളോഗ് ഇടാണ്. അതാണ് കേട്ടോ കുറച്ചൊന്ന് ലേറ്റായി പോയത്. ഇത് ഈ ഒരു 2-3 പേജിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാൻ വിചാരിച്ചു. കാരണം ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ ഈ ഹിമാലയാസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. നോർത്തേൺ, വെസ്റ്റേൺ റീജിയൻ, അങ്ങനെ ഓരോ ഹിമാലയാസും പിന്നെ ഒറിജിൻ ഓഫ് ദ ഹിമാലയാസ് അതൊക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ആ ഒരു ശിവാലിക് റേഞ്ചും അതിൻ്റെ കുറച്ച് വേറെ പേരും പിന്നെ അതിൻ്റെ ഹൈറ്റും അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. കിലോമീറ്റർ ആ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കി. അങ്ങനെ നമ്മുടെ ജിയോഗ്രഫിയും എടുത്തു വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് പഠിക്കാം. കാരണം ഇംഗ്ലീഷ് യൂണിറ്റ് ടെസ്റ്റാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ്. ഞാൻ വിചാരിക്കുക ഈ ഒരു ഇംഗ്ലീഷിലൊക്കെ എന്ത് പഠിക്കാനാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഈ
ഒരു കുട്ടി സ്കൂളിൽ പോകുന്നത്, നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ, അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ച ഒരു ചാപ്റ്ററിലൊക്കെ എന്ത് പഠിക്കാനാണ്. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് ഒന്നേ പഠിച്ചിട്ടുള്ളൂ. ഈ ഒരു ചാപ്റ്ററിലുള്ള ഓതർ, ഈ ഒരു ചാപ്റ്റർ ആരാണ് എഴുതിയത്, അയാളെ പേര് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ, നമ്മുടെ നജീബ് മഹ്ഫൂസ്. വേറെ ഇപ്പം എന്താ പഠിക്കുക ഇംഗ്ലീഷിൽ വിചാരിച്ച് ഇതിൻ്റെ സമ്മറി ടീച്ചർ നോട്ടായിട്ട് തന്നിരുന്നു ഈ ഒരു ചാപ്റ്ററിൻ്റെ. അപ്പം അതൊന്ന് വായിച്ച് നോക്കി. പിന്നെ ഒരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കി. ഇനി നമുക്ക് എക്സാമിന് കാണാൻ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന്, അതിനുശേഷം വരുന്ന സ്റ്റഡി വ്ലോഗുകൾ ഞാൻ എന്തൊക്കെയാണ് ഇംഗ്ലീഷ് എക്സാമിന് ചോദിച്ചതെന്ന് ജസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കഴിഞ്ഞു. ഇനി പഠിക്കാൻ എഴുതാനൊന്നുമില്ല. ഇനി നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. ബാഗ് പാക്ക് ചെയ്യണമല്ലോ തുടക്കത്തിൽ കാണിച്ചത്. അത് പിന്നെ ടൈം ടേബിളെല്ലാം സെറ്റാക്കിയത്, നമ്മുടെ ബാഗ് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ബാഗിലിടാനാണ് കാണുന്നത്. കാരണം നമ്മുടെ വീഡിയോക്ക് കുറച്ചെങ്കിലും ലെങ്ത്ത് വേണ്ട വിചാരിച്ചിട്ടാണ്. കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് കുറേ ലെങ്ത്ത് വേണമെന്നൊക്കെ. കാരണം എനിക്കാണെങ്കിൽ കുറേ ലെങ്ത്ത് എടുക്കാനും മടിയാണ്. നിങ്ങൾക്കും ബോറടിക്കുമല്ലോ ഈ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ. അതാണ് ഞാൻ ജസ്റ്റ് 6 മിനിറ്റ് 7 മിനിറ്റിലൊക്കെ ഒതുക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മുടെ പൗച്ചും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് സെറ്റാക്കി. എല്ലാ സ്റ്റഡി വ്ളോഗിലും കാണിക്കുന്ന മെയിൻ ഭാഗമാണ് ഇത്. ബാഗ് പാക്ക് ചെയ്യുക, പൗച്ച് പാക്ക് ചെയ്യുക, എന്നിട്ട് ബാഗിൽ സിബ് ഇടുന്നതും ആ ഒരു കിച്ചനും കാണിക്കുക. കുറച്ച് ലെങ്ത് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റഡി ടേബിൾ ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന്. ടേബിളല്ല, ടേബിളിൻ്റെ ഷെൽഫ്. കാരണം ഓരോ സംഭവങ്ങളൊക്കെ എടുക്കുക, ഇടുക അങ്ങനെയാണ്. അതിനോട് മൊത്തം കൊളായിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഞാൻ ഈ ഷെൽഫിൽ വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ട്രാൻസിഷൻ കാണാം. ട്രാൻസിഷൻ എന്നല്ല, ഒരു ഷെൽഫ് മേക്ക് ഓവർ ചെയ്തത്. 3, 2, 1 യെസ്. അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി നമ്മുടെ ഷെൽഫ് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ, ഒരു നൈറ്റ് സ്റ്റഡി റൊട്ടീൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ വരും. അതിനെക്കൊണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഏത് വീഡിയോ ആണെന്നും കൂടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.